അമ്മയ്ക്ക് സന്തോഷമായി മോനെ. അച്ഛന് കിട്ടേണ്ടത് നിനക്ക് കിട്ടിയെന്ന് കരുതിയാ മതി. മക്കളിങ്ങി വാ, അമ്മ ചോദിക്കട്ടെ. നിനക്ക് ഭരിക്കാൻ അറിയാമോടാ മോനെ? അമ്മ അതിന് മന്ത്രിയല്ലല്ലോ ഭരിക്കുന്നത്, കൂടെ ആളുകൾ ഒരുപാടില്ലേ. ഒരു വീട് പോലും ശരിക്ക് ഭരിക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. അതിരിക്കട്ടെ, അവളെവിടെ? വത്സല പോയി. പോയോ? ഈ നല്ല സമയത്ത് അവൾ എവിടെ പോയി? എന്തിനു പോയി? എനിക്ക് വീട് ഭരിക്കാൻ അറിയാത്തോണ്ട്. നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ ഉള്ള കാര്യം പറ. ഏതായാലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യേണ്ട മന്ത്രി തന്നെയാ. നമ്മുടെ മൂന്നുപേരുടെയും കാര്യം ഉറപ്പാ. അതിനി ആരും പാര വയ്ക്കാതിരുന്നാ മതി. പിന്നെ നമ്മുടെ മൂന്നുപേരുടെയും ഡ്യൂട്ടി എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പരസ്പരം ഒരു ധാരണ വേണം. അത് വേണം. ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമാണ്. സമയാസമയങ്ങളിൽ ഇത്തിരി ഭക്ഷണം കിട്ടണം. മന്ത്രിമന്ദിരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ആയിക്കോട്ടെ, എന്നാ മന്ത്രിയുടെ കൂടെ ടൂറിന് ഞാൻ പൊക്കോളാം. അത് വേണ്ട, ഞാൻ പൊക്കോളാം. നീ പോയാൽ ശരിയാവില്ല. ഈ മന്ത്രിക്ക് ഒരു മൂഡ് കൊടുക്കണം. പിന്നെ മന്ത്രിയുടെ കോണ്ടാക്ട്സ് ഒന്ന് വർദ്ധിപ്പിക്കണം. അതിന് നിന്നെ കൊണ്ടൊക്കില്ല, എന്നെ കൊണ്ടേ പറ്റൂ. പിന്നെ നീ ഒരു ചൂടനാ, ഇവനാണെങ്കിൽ ഗ്യാസിന്റെ ഉപദ്രവവും. ഗ്യാസ് എനിക്ക് ഇടയ്ക്കൊക്കെ പോരെ. അപ്പൊ എന്റെ ജോലി എന്താ? നിനക്ക് റിസപ്ഷൻ. വരുന്ന സന്ദർശകരെ ആളും തരവും നോക്കി വിരട്ടി ഓടിക്കുക. മതി, ധാരാളം മതി. കുറെ എണ്ണത്തിന്റെ അടുത്ത് എനിക്ക് കണക്ക് തീർക്കാനുണ്ട്. PS കാണുന്നില്ലല്ലോ. നിന്റെ മനസ്സിപ്പോ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല. അവളിങ്ങി വന്നോളും. അമ്മയ്ക്ക് അവിടെ വന്ന് താമസിച്ചൂടെ? അതിനൊന്നും അമ്മയെ കിട്ടത്തില്ല മോനെ. ഭരണം വേറെ, കുടുംബം വേറെ. ഇതാ നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരുത്തൻ അങ്ങോട്ട് മന്ത്രിയാകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഓരോ അവളുമാരുടെ കൂട്ട് മന്ത്രിമന്ദിരത്തിൽ കെട്ടിക്കേറി കിടന്ന് സർക്കാരിനെ മുടിപ്പിക്കാനൊന്നും അമ്മയെ കിട്ടത്തില്ല. എന്റെ മോൻ ധീരതയോട് ഭരിച്ചു. അങ്ങനെ ധീരതയോടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ആ മന്ത്രി കസേരയിൽ ഇരുന്നവരൊന്നും അധികകാലം ഇരുന്നിട്ടില്ല. എന്തിന്? മന്ത്രി ആയില്ല. അതിന് മുമ്പ് PS-ന്റെ കഷ്ടകാലം തുടങ്ങി. എന്ത് കഷ്ടകാലം? നീ എന്തൊരു പത്രക്കാരനാടാ. ആ PS-ന്റെ കുടുംബം തൊലഞ്ഞ്. എപ്പോ? അയാളുടെ ഭാര്യ പിണങ്ങി പോയി. നീ വേണമെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോയി നോക്ക്. അവര് വരില്ല. കാശ് ചെയ്യടാ കൂളെ. ഇത് വെച്ച് നീ ഒരു പീസ് ഇട്. സാറിന്റെ ഭാര്യ വന്നില്ല? ഭാര്യയല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാരണം വല്ലതും? തനിക്കല്ല വേറെ ഒന്നും ചോദിക്കാനല്ലേ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ഞാനാണെങ്കിൽ എന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മിസ്റ്റർ സുകുമാരൻ. ഭരണകാര്യങ്ങൾ അത്യാവശ്യത്തിന് അല്പ യൗവനം എനിക്ക് കടമായിട്ട് തരണം കേട്ടോ. I, P. Sukumaran, do swear in the name of God that I will bear true faith and allegiance to the Constitution of India the Constitution of India and by law established that I will uphold the sovereignty and integrity of India, that I will faithfully and consciously discharge my duties as a minister for the state of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. എരപ്പാളിയായ എന്റെ മരുമകനെ പറ്റി എനിക്കെന്താ പറയാനുള്ളതെന്ന് ആർക്കും അറിയണ്ടേ? ചിലതൊക്കെ ഞാനും അറിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം നിന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുമോ? ഞാൻ പറഞ്ഞാ മതിയോ? സാറ് പറഞ്ഞാലും മതി. പക്ഷെ സാറ് പറയുന്നതിനേക്കാൾ അവര് പറയുന്ന കേൾക്കാനാ നാട്ടുകാർക്ക് കൂടുതൽ താല്പര്യം. എന്നാ ഭാര്യ പറയുന്നതായിട്ട് തന്നെ എഴുതിക്കോടോ. അവൾ എന്താ മകളാ? എന്നാ പറഞ്ഞാട്ടെ. എരപ്പാളിയാണവൻ, ചെറ്റയാണവൻ, അഹങ്കാരിയാണവൻ, സ്വന്തം ഭാര്യയുടെ കളവി ജീവിച്ചവനാണവൻ, എന്റെ കൊലവളയ്ക്ക് കുത്തിപ്പിടിച്ചവനാണവൻ, മന്ത്രിയായപ്പം ഭാര്യ അടിച്ച് വെളിയിലിറക്കിയവനാണവൻ.
ബഹുമാനപ്പെട്ട മന്ത്രി, സ്വാഗതം. എന്താ PS, മന്ത്രിമന്ദിരത്തിലേക്കുള്ള വഴി എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ? അതോ എന്നെ ഇവിടെ ആരും കടത്തിവിടില്ല എന്ന് കരുതിയോ? സുഖേട്ടന് ഞാനില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുമോ? ഗൺമാനാണ്. അന്ന് സർക്കാർ അടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചു. ഇന്ന് സർക്കാർ നോക്കാൻ പറയുന്നു, ഞാൻ നോക്കുന്നു. എന്നോടൊന്നും തോന്നരുത്. ഗുഡ് ഈവനിങ് സർ. മാത്യൂസ് ആണ്. സാറിന്റെ PA കുരുടാമണ്ണിൽ ശശി, സാറിന്റെ അഡീഷണൽ PA ശീലൻ ചാഴിപ്പറമ്പി, സാറിന്റെ ഗൺമാൻ ശേഖരൻ, സാറിന്റെ കുക്ക് ശങ്കരനാരായണൻ തമ്പി. അതെ, ഞാൻ ശങ്കരനാരായണൻ തമ്പി. ഞാനൊരു മന്ത്രിയെ കാണുന്നത് ഒരമ്മ കുഞ്ഞിനെ കാണുന്ന പോലെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നത്. അവർക്ക് ആവശ്യം എന്താ? നല്ല ഭക്ഷണം, നല്ല മെയിൻ്റനൻസ്. നമ്മുടെ സർക്കാർ മന്ത്രിമന്ദിരങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. പക്ഷെ മന്ത്രിമാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാ. എന്ത് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. PS-ന്റെ സത്യപ്രതിജ്ഞ യുവതലമുറയ്ക്ക് അംഗീകാരം. കലക്കി, നല്ല കവറേജ്. താൻ എല്ലാം കൂടെ കഴുത്തിൽ വെച്ചിരിക്കുന്നു. ഞാൻ നോക്കിട്ട് തരാമെന്ന്. എന്താടാ വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് പ്രസന്നവദനായി വേദിയിലേക്ക് കടന്നു വന്ന സുകുമാരനെ പാർട്ടി അനുഭാവികളും സഹപ്രവർത്തകരും PS എന്ന ഓമന പേര് വിളിച്ച് എതിരേൽക്കുന്നുണ്ടായിരുന്നു. സഭാഷ ഉറങ്ങില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ വെടിവെച്ചാ പോലും കേൾക്കല. പരമ സുഖല്ലേ ഇങ്ങനെ കുറച്ച് മൂടിക്കിടന്ന് ഉറങ്ങാൻ. എന്നാൽ ഒരു കൊച്ചുണ്ട്, അതിനിന്ന് പരീക്ഷയുള്ള ദിവസമാണ്. അതിനെ ഒന്ന് എഴുന്നേപ്പിക്കാൻ, കുളിപ്പിക്കാൻ നോക്കുക. ചീഫ് മിനിസ്റ്റർ 10 മണിക്ക് കാണണം. അതിനു മുമ്പ് ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു. ടീച്ചറിനെ പോയി വിളിച്ചോണ്ടേ? അതെ, വിളിച്ചിട്ട് വരണം. മന്ത്രി ആയതിനു ശേഷമുള്ള എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് അതാ. പിന്നൊരു കാര്യം, മറ്റൊന്നും ധരിക്കരുത്. എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. ഞാൻ മുമ്പ് വെറും PS ആയിരുന്നു. അന്ന് നിങ്ങൾ എന്നെ തോളത്ത് കേട്ടിട്ടുണ്ട്, വിഷമമില്ല. പക്ഷെ ഇപ്പോ സോറി, PS അല്ല, മിനിസ്റ്റർ. നിങ്ങൾ താഴേക്കല്ലേ, എല്ലാവരെയും ഒഫീഷ്യലായിട്ട് പരിചയപ്പെടാൻ ഞാൻ വരുന്നു. ചെല്ലല്ലേ, ഒരു മിനിറ്റ്. ഇന്ന് മന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? ഞാൻ PS-ന്റെ പേരില്, സോറി, മിനിസ്റ്ററിന്റെ പേരില് ഗണപതി ക്ഷേത്രത്തിൽ ഒരു അർച്ചന കഴിപ്പിച്ചു. പ്രസാദം. ഇത് തുടരണമെങ്കിൽ ഞാനൊന്ന് കുളിക്കണ്ടേ? മുമ്പിരുന്ന മന്ത്രിക്ക് പൂക്കള് കാണുന്ന തന്നെ ഇഷ്ടമല്ല അല്ലേ ചെല്ലപ്പെണ്ണ? ഇപ്പോഴത്തെ അയ്യേ എന്താ മാറാല്ലേ സാർ? ഈ മന്ത്രിസ്ഥാനം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ആകാംക്ഷ നിങ്ങളുടെ മുഖത്തുണ്ട്. എന്റെ പൊതുജീവിതം ഞാൻ ഇതുവരെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ശശി എന്റെ ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന മാറാല തട്ടിക്കളഞ്ഞു. അത് എനിക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ ഈ മന്ത്രിപദം അലങ്കരിക്കുന്നിടത്തോളം കാലം ഞാനും എന്നിലുള്ള കളങ്കത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുരുടാമണ്ണിൽ ശശി എന്റെ സ്റ്റാഫിൽ വേണ്ട. ഈ തീരുമാനം PS-ന്റെ തീരുമാനമല്ല, മിനിസ്റ്ററുടെ തീരുമാനമാണ്. മുമ്പ് PS കോളർതായി എങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ അതിന്റെ വില തുച്ഛമായിരുന്നു. പക്ഷെ ഇന്ന് മിനിസ്റ്റർ അങ്ങനെ കോളർ പിടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിനാണ്. നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ പുറത്തു പോയാൽ പത്രക്കാരെ കാണും, അനാവശ്യം പറയും, എനിക്കെതിരെ ശത്രുപാള ഉണ്ടാക്കും. ഐ ഡോണ്ട് കെയർ. ഞാനായിട്ട് പറയണ്ട, പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞൊന്നും മറക്കണ്ട PS.